പറഞ്ഞത് ഈ മുസ്ലിയാക്കന്മാരുടെ പക്കൽ തെളിവില്ല. ഇനിയോ സഹോദരങ്ങളെ, നബിദിനാഘോഷമല്ലേ വിഷയം അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ആഘോഷിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മുസ്ലിയാർ മുസ്ലിയാർ പറയുന്ന വൈരുദ്ധ്യം പേരോടും ഏറ്റുമുട്ടുന്നു കാണാൻ പോവാണ്. പേരോട് പറയുന്നത് കേട്ടോളൂ, തിങ്കളാഴ്ച നോമ്പുണ്ട്, അത് ഇസ്ലാമിൽ നബിദിനാഘോഷിക്കാൻ തെളിവുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. എപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ട് ആ നോമ്പിനെ സംബന്ധിച്ച് അന്വേഷിക്കപ്പെട്ടപ്പോൾ ഫീഹി ഉലിത്തു, എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് ആ ദിനം എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം സ്മരിക്കപ്പെടാനും കൊണ്ടാടപ്പെടാനും ശുക്രിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കാനും നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് അപ്പോ തിങ്കളാഴ്ച നോമ്പ് അതിന് തെളിവാക്കിയിട്ട് മൂപ്പർ അവതരിപ്പിക്കുക. റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കാൻ, അത് ആഘോഷിക്കപ്പെടാനും മറ്റും മറിച്ചും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാനും. എന്നാൽ ഇതേ മുസ്ലിം പറഞ്ഞ കേട്ടോളി, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അത് പറഞ്ഞാൽ പൊങ്ങച്ചമാകും. മൗലവിമാര് പറഞ്ഞെന്താ, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, ഏതാ ജന്മദിനം ആഘോഷിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് പോലും എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണോ എന്ന് പറഞ്ഞാൽ അവന് ആ നേതാവ് അയാളുടെ ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ അറിയ, അതുപോലെ ഞാൻ പറഞ്ഞ നേതാവുണ്ടാവും. അപ്പോ ഫീഹി ഉലിത്തു എന്ന് പറഞ്ഞതാരാ? ഫീഹി ഉലിത്തു എന്ന് പറഞ്ഞതാരാ? ആ തിങ്കളാഴ്ച ഞാൻ ജനിച്ചെന്ന് പറഞ്ഞാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതെന്തൊരു തെളിവല്ല, ജന്മദിന ആഘോഷിക്കുന്ന തെളിവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞെങ്കിൽ പൊങ്ങച്ചക്കാരനാവൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ച ദിവസം ആ തിങ്കളാഴ്ച നോമ്പിന്റെ വിഷയം, നോമ്പാണ് വിഷയം. അത് ജന്മദിനാഘോഷം തെളിവാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നല്ലേ? അപ്പൊ തിങ്കളാഴ്ച നോമ്പ് അതിന് തെളിവല്ല. ആണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊങ്ങച്ചം പറഞ്ഞു. ഇതാണ് പേരോട്. അതുകൊണ്ട് കൂട്ടരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ 12-നോ, റബീഉൽ അവ്വൽ മാസത്തിനോ, ആ മാസത്തിലെ 12-നോ, മറ്റു മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ഇല്ലാത്ത പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഏർപ്പാട് എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇതാണ് ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ പൊങ്ങച്ചാവൂലേ മൂപ്പരെ കണ്ടുകൊടുത്തോ? ദീനാണെങ്കിൽ അത് പറഞ്ഞു നിർത്തി പൊങ്ങച്ചാവൂല. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, അന സയ്യിദു ഉൽദി ആദം സന്തതിയുടെ നേതാവ് ഞാനാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ? പൊങ്ങച്ചമാണോ? അല്ല, പേരോടെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ, അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ആദം നബി അലൈഹിസ്സലാമും അടക്കം മഹാനവറുകളുടെ സന്താന പരമ്പരകളിലുള്ള മുഴുവൻ ആളുകളും തഹ്ത ലിവാഇ, എന്റെ കൊടിക്കീഴിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലാ ഫഖ്റ, അതിനേക്കാൾ വലിയൊരു പവർ ലോകത്താർക്കും ലഭിച്ചിട്ടില്ല എന്നും അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അഭിമാനം പറയാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിക്കൽ നിർബന്ധമായ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നതല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന സയ്യിദു ഉൽദി ആദം, ആദം സന്തതികളുടെ മനുഷ്യരുടെ നേതാവ് ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ? സഹോദരങ്ങളെ, ആദ്യമായി സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടി തുറക്കുന്നത് ഞാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇതൊക്കെ അവിടുന്ന് പറഞ്ഞില്ലേ? ഞാനാണ് ആദ്യമായി ഖബർ പൊട്ടി പുറത്തു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇതൊക്കെ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറഞ്ഞതാ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻഹു ഇല്ലാ വഹ്യു യുഹാ, തനിക്ക് ലഭിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് പറയില്ല. ഈ വിഷയം പറഞ്ഞിട്ടില്ല. ഇതിനെങ്ങനെ ഇതാവുക? അപ്പൊ സഹോദരങ്ങളെ, ആ വഹീന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് പൊങ്ങച്ചമാണ് എന്നതിന്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കാതെ പോവുകയില്ല.
ഇസ്ലാമിലുണ്ടോ പ്രവാചക ഇസ്ലാമിനെ പഠിപ്പിക്കേണ്ടതായിരുന്നു. അപ്പൊ പ്രവാചകന്റെ കൗലിലില്ല, ഫിഅലിലില്ല, തഖരീറിലില്ല, ഒരു നിലക്കും പ്രവാചക ജന്മദിനാഘോഷമില്ല. ഇനി നമ്മൾ ചെയ്താലോ? ആ ബിദ്അത്ത് ചെയ്താൽ നരകത്തിലാണ്. ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ സാധ്യമല്ല, പരലോകത്ത് നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കുക. മറക്കണ്ട നമ്മള് സഹോദരങ്ങളെ. ഇത് പറയുമ്പോൾ ഒരു വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പേരോടുന്നൊരു വൈരുദ്ധ്യം എന്താണെന്നറിയോ? മൂപ്പര് മുമ്പ് പ്രസംഗിച്ചു എന്ത്? മൊയ്ലിയമാർ ഒരൊറ്റ ഒന്നും മൗലിദ് വെക്കില്ല. ഓലെ കണ്ടില്ലേ സാധാരണക്കാർ പഠിക്കേണ്ട ഒരൊറ്റ ഒന്നും മൗലിദ് വെക്കില്ല. ഇത് മുജാഹിദീകൾ പലവർക്കും ഉൾപ്പെടാൻ തുടങ്ങി. ആ മൂപ്പര് തിരുത്തിയിട്ട് വരണം,